ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് വന്നേ ഉള്ളൂ. സിനിമയുടെ പേരാണ് ഉള്ളൊഴുക്ക്. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ ടോമിയാണ്. ഇപ്പോൾ തിയേറ്ററിൽ ഇന്ന് മുതൽ റിലീസായതാണ്, അതായത് 21 ജൂൺ മുതൽ. ഇപ്പം പോയി കണ്ടതേ ഉള്ളൂ. ഉർവശി ആൻഡ് പാർവതിയാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. അത് കണ്ട് ഇറങ്ങിയവരുടെയൊക്കെ അഭിപ്രായം നല്ല പെർഫോമൻസാണ്, നല്ല സ്ക്രിപ്റ്റാണ്, നല്ല ഡയറക്ഷനാണ്, അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള പടമാണ്, ഇമോഷണൽ സിനിമയാണ്, റിയലിസ്റ്റിക്കാണ്, ഇൻറ്റൻസിറ്റി ഉണ്ട്, ആർട്ട് ഫിലിമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ കമൻറ്റുകൾ പറഞ്ഞ്. അപ്പോൾ അത് നാട്ടുകാരുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം ഇത്രയേ ഉള്ളൂ. ഇതൊരു ന്യൂ ജെൻ പിക്ചറല്ല, ഓൾഡ് ജനറേഷൻ്റെ ക്യാരക്ടേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് ഈ കാലഘട്ടത്തിന് പിന്നിലുള്ളവരാണ്. ഉർവശിയാണ് ഇതിനകത്ത് മെയിൻ ലീഡ് റോൾ അഭിനയിക്കുന്നത്. അപ്പം ആ കാലഘട്ടത്തിൻ്റെ അറിയാമല്ലോ, അതായത് ഉർവശി, മോഹൻലാൽ, ലാൽ സലാം പിക്ചറൊക്കെ എടുത്ത ആ കാലഘട്ടത്തിൽ അന്നത്തെ യൗവനം തുളുമ്പുന്ന ഉർവശി ഇന്നൊരു അമ്മച്ചിയായിട്ട് അഭിനയിക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ വളരെ അട്രാക്റ്റീവാണ്. അത് ഒരു അച്ഛൻ അമ്മ റോളിൽ ഉള്ളവർക്കൊക്കെ ഇപ്പോൾ അത് ഇഷ്ടപ്പെടും. കുഞ്ഞച്ഛന്മാരല്ല, വലിയ അച്ഛന്മാർ, അവർക്ക് ഇഷ്ടപ്പെടുള്ളത്. മനുഷ്യൻ്റെ വൈകാരികമായിട്ടുള്ള ഭാവങ്ങൾ, അതായത് ഒരു പെണ്ണ് ഒരു ചെറുക്കനെ സ്നേഹിച്ചു പോയി കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുന്നൊരു സിനിമയാണ്. ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിപ്പോയി കഴിഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന സിനിമ. അതിൻ്റെ അവസാന ഭാഗം കണ്ടപ്പോൾ കരഞ്ഞുപോയി എന്നുള്ളതാണ് ആ പടത്തിൻ്റെ ഒരു പ്രത്യേകത. ഉള്ളൊഴുക്കെന്ന് പറയുമ്പം ഒരു ഒഴുക്ക് നടക്കുന്നതിൻ്റെ അടിയിൽ കൂടി ഒരു ഒഴുക്ക്, അതായത് അവിടെ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ മുഴുവൻ സീനാണ് കാണിക്കുന്നത്. വെള്ളം പൊങ്ങി ഒരു തിരുവല്ല പടിഞ്ഞാറ് ഭാഗത്താണായിരിക്കും ഇതിൻ്റെ ചിത്രീകരണം നടന്നിരിക്കുന്നതെന്ന് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കുന്ന ചില സ്ഥലങ്ങൾ തിരുവല്ലയിലെയാണ്. ഇപ്പോൾ കുട്ടനാട് ഉണ്ടല്ലോ, ചങ്ങനാശ്ശേരി കഴിഞ്ഞാൽ പിന്നെ തിരുവല്ല. അപ്പോൾ ആ പ്രദേശത്ത് ഉള്ള ജനങ്ങൾ ഉള്ള വെള്ളമായിട്ടുള്ള മത്സരമാണ്. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ജനജീവിതം എങ്ങനെ ആകുന്നു എന്നുള്ളതിൻ്റെ കൂടി ഒരു ചിത്രീകരണമാണ്. എന്തായാലും പടം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഞാനൊരു ഇതിനെപ്പറ്റി ഒരു ട്രെയിലർ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് ആണിത് പോകാനും കാരണം 2018 എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള, പ്രളയത്തെക്കുറിച്ചുള്ള സിനിമ. അതിനോട് സാദൃശ്യമുള്ള ചിത്രീകരണങ്ങളായിരുന്നു. അപ്പോൾ അത് വെള്ളപ്പൊക്കം, കുട്ടനാട്, ഇതൊക്കെ എനിക്ക് വലിയ ലഹരിയാണ്. അന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു തിയേറ്ററിൽ പോയി കണ്ടു. അപ്പോൾ സീറ്റൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ അവിടെ. അതായത് എയർലി ബുക്കിങ്ങിൻ്റെ ആവശ്യമില്ലായിരുന്നു. അധികം ആൾക്കാരൊന്നും കാണാൻ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റണ്ട് പടമല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. വെടിവെപ്പ്, പടക്കം പൊട്ടിയിലെ, ബോംബിടിയിലെ, കാർ റേസിങ്, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പുതിയ, അതായത് ഒരു പുതുമാലിച്ചിയുള്ളതല്ല, വെറും ഒരു പഴയ സാഹചര്യങ്ങളാണ്, അതായത് പഴയ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങൾ. എന്തായാലും നിങ്ങൾ ഞാനീ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ആരും പോകാതിരിക്കരുത്, പോയി കാണണം. ഉർവശി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് അല്ലല്ലോ. ഈ പെൺതാരങ്ങളൊക്കെ വയസ്സായി കഴിഞ്ഞാൽ അമ്മമാരാകും. പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എപ്പോഴും വയസ്സായി കഴിഞ്ഞാൽ എപ്പോഴും ചെറുപ്പക്കാരായിട്ട് അഭിനയിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഉർവശി ഇപ്പോൾ ഒരു 50 വയസ്സുള്ള ഒരു അമ്മയുടെ റോളിലാണ്. ഇപ്പോൾ അത് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്. എന്തായാലും നിങ്ങൾ പോയി കാണുക. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിനെപ്പറ്റി നാട്ടുകാർ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞില്ല. പെർഫോമൻസ് നല്ലതാണ്, സ്ക്രിപ്റ്റ് നല്ലതാണ്, ഡയറക്ഷൻ നല്ലതാണ്. ഡയറക്ടർ ക്രിസ്റ്റോ ടോമിയാണ്. നല്ല പെർഫോമൻസാണ്, അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള പടമാണ്, എമോഷണൽ സിനിമയാണ്. ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞതാണ് കേട്ടോ. ഇതൊരു റിയലിസ്റ്റിക് പടമാണ്. ഇത് നല്ലൊരു ഇൻറ്റൻസിറ്റി ക്യാരക്ടേഴ്സാണ്, ഇൻറ്റൻസിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആർട്ട് ഫിലിം പോലെ ആണ്, പക്ഷേ ആർട്ട് ഫിലിമല്ല എൻ്റെ അഭിപ്രായത്തിലില്ല. കുറേ ആൾക്കാർ അങ്ങനെയും പറഞ്ഞു കേട്ട്. അപ്പം എന്തായാലും നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് എല്ലാം നല്ല ഒന്നാന്തരം, എല്ലാവരും പോയി കാണുക. ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സീനാണ് വൈകാരികമായിട്ടുള്ള ആ സീൻ. അത് കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവരൊക്കെ കരഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ എനിക്കും കണ്ണുനീര് വന്നായിരുന്നു, കരച്ചിൽ വന്നു കണ്ടപ്പോൾ.
Okay, thank you for watching this